മനുഷ്യന് വലുതാകാൻ പറ്റും. മലക്ക് മനുഷ്യന്റെ താഴെ വരുള്ളൂ എന്നാണ്, മേലെ പോവില്ല. മുഅ്മിനിന്റെ സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ മുഖറബായ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ മുകളിലാണെന്ന് ഹദീസിലുണ്ട്. മനുഷ്യൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന് നന്നാവാനും കേടുവരാനും കഴിയും, മലക്കിന് കേടുവരാൻ കഴിയൂല. ഒരു മലക്ക് കള്ളുടിച്ചില്ല എന്നുള്ളതിൽ അജബില്ല, ആ മലക്ക് വ്യഭിചരിച്ചില്ല എന്നുള്ളതിൽ ഒരു അത്ഭുതമില്ല. കാരണം മലക്കിനതിന് കഴിയൂല. മനുഷ്യൻ കള്ളുടിച്ചില്ല എന്നത് അജബാണ്, കാരണം അവനതിന് കഴിയും. മനുഷ്യൻ വ്യഭിചരിച്ചില്ല എന്നത് അത്ഭുതമാണ്, കാരണം അവനതിന് കഴിയും. മലക്കിനെ സംബന്ധിച്ച് അതിന് കഴിവില്ല. ജിന്നിനെ സംബന്ധിച്ച് വ്യത്യാസമാണ്, മൃഗത്തെ സംബന്ധിച്ച് വ്യത്യസ്തമാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ അസ്റാറുൽ മുഹഖീനിൽ ആത്മാക്കളെ കുറിച്ച് പറയുന്നിടത്തൊരു കാര്യം പറയുന്നുണ്ട്. മനുഷ്യന്റെ ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവ്. അത് പ്രകാശത്തിന്റെ സത്തയിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ജിന്നിന്റെ ആത്മാവ് അഗ്നിയുടെ സത്തയിൽ നിന്നും, പക്ഷിമൃഗാദികളുടെ ആത്മാവ് വായുവിന്റെ സത്തയിൽ നിന്നുമാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് സയ്യിദുന അബ്ദുറഹ്മാൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ അസ്റാറുൽ മുഹഖീനിലുണ്ട്. അബ്ദുറഹ്മാൻ നഖ്ശബന്ദി എന്ന് പറഞ്ഞത് നമ്മളെ താനൂര് മറവിട്ട് കിടക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞേക്കുമ്പോൾ ഏതോ ലോകത്തുള്ള ആളെ പറ്റി പറയുകയാണെന്ന് തോന്നണ്ട. നമുക്ക് നമ്മളെ നാട്ടുകാർ തന്നെ മുഴുവൻ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ശരി. നമ്മളെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. റൗള ഷരീഫ് തുറപ്പിച്ച മനുഷ്യൻ നമ്മളെ മലപ്പുറം ജില്ലയിലുണ്ട്, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ആയിക്കൂടെ പോകുമ്പോൾ പോലും കയറി വെക്കാൻ നമുക്ക് നേരം കിട്ടണില്ല. പിന്നെ എന്താ കാട്ടുക? റൗള ഷരീഫ് തുറപ്പിച്ച മനുഷ്യനാണത്. ആയിക്കൂടെ എങ്ങനെയാണ് പോകുമ്പോൾ നേരം ഉണ്ടെങ്കിൽ പോലും ഒന്ന് ഇറങ്ങിങ്ങാണ്ട് അൽ ഫാത്തിഹ എന്ന് പറയാൻ നമുക്ക് ഒഴിവില്ല. നമുക്ക് നമ്മളെ ജില്ലക്കാരെ മുഴുവൻ മനസ്സിലായിട്ടില്ല, നമ്മളെ നാട്ടുകാരെ മുഴുവൻ മനസ്സിലായിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പം നമ്മളൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം